നീലേശ്വരം പടിഞ്ഞാറ്റംകുഴവൽ ശ്രീ നാഗച്ചേരി ഭഗവതി സ്ഥാനം കളിയാട്ട മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ കൊണ്ടാടി. നീലേശ്വരം മാടത്തിൻ കീഴിൽ ശ്രീ ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും പുറപ്പെട്ടതോടെയാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. നീലേശ്വരം പടിഞ്ഞാറ്റംകുഴവൽ ശ്രീ നാഗച്ചേരി ഭഗവതി സ്ഥാനം കളിയാട്ട മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. നീലേശ്വരം മാടത്തിൻ കീഴിൽ ശ്രീ ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും പുറപ്പെട്ടതോടെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് തെരു ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. കളിയാട്ടത്തിന്റെ ഭാഗമായി ചാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി, പൂമാരുതൻ, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന മേൽമാടം, ഊട്ടുപുര നിർമ്മാണത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം സ്ഥാനികൻ കെ കുഞ്ഞിക്കണ്ണൻ അന്തിത്തിരിയൻ നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്കുമുള്ള അനുമോദന പരിപാടി ഉത്തരമലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. സമുദായ ക്ഷേത്രമുണ്ട്. അവിടെ എൻ്റെ പിതാവ് സ്ഥാനികനായിരുന്നു. ചോദപ്പെട്ടനറിയാം, ബാക്കിയുള്ള കുറച്ച് സുഹൃത്തുക്കൾക്ക് പറയാം. അദ്ദേഹത്തിന്റെ 32ാമത്തെ വയസ്സിൽ ആചാരം വഹിച്ച ആളാണ്. ആ 32 വയസ്സിൽ അച്ഛനെ ആചാരം വഹിക്കുവാൻ കാരണമായത് അച്ഛനെ 25 വയസ്സിലെ മദ്യപിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ ഈ മദ്യപിക്കുന്ന ആളെ അധികം നമ്മുടെ സമുദായത്തിൽ എടുക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ തറവാട്ടുകാരും 10 ആളും കമ്മിറ്റിക്കാരൊക്കെ കൂടി നിങ്ങൾക്ക് നല്ല സ്വഭാവം വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കലശപ്പൊലിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അമ്മയും വിചാരിച്ചു, അദ്ദേഹത്തിന്റെ കള്ളുകൂടിയിൽ നിന്ന് മോചനം എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ മക്കളൊക്കെ നന്നായി വളരുമെന്നുള്ള അടിസ്ഥാനത്തിൽ അമ്മയുടെ മകന് സമ്മതവും കിട്ടി. അച്ഛൻ ആചാരം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കരിപ്പോത്ത് ഗംഗാധരൻ നായർ, കുഞ്ഞികൃഷ്ണൻ നായർ, പി വി വേണുഗോപാലൻ, എ തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒ വി പ്രദീപ് കുമാർ സ്വാഗതവും കെ വി ഷാജി നന്ദിയും പറഞ്ഞു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.